ആദ്യമായി തന്നെ വിശുദ്ധ മദർ തെരേസയുടെ നമ്മുടെ ഈ ദേവാലയത്തിൽ ഈ തിരുനാൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. മാത്രമല്ല നിങ്ങളെ ഓരോരുത്തരുടെയും പ്രാർത്ഥന നിയോഗങ്ങൾ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണെന്ന് കൂടി പറയാൻ ഏറെ സന്തോഷമുണ്ട്. വിശുദ്ധ മദർ തെരേസയുടെ നാമത്തിലുള്ള ഒരു ദേവാലയമാണല്ലോ നമ്മുടെ ഇത്. ഈ കൊച്ചു ദേവാലയം കടന്നിട്ട് കുറച്ച് വർഷങ്ങളേ ആയുള്ളൂ. നമുക്കറിയാം, നമ്മൾ അന്ന് നമ്മുടെ ജോബിയച്ചൻ വളരെ പ്രയാസപ്പെട്ടാണ് ഈ ദേവാലയം പണിതൊക്കെ ഓർക്കുന്നത്. അന്ന് ഇവിടുത്തുകാരെല്ലാവരും അതിനോട് വളരെ നന്നായി സഹകരിച്ചു. നമ്മളെ സഹായിച്ച മറ്റു ചില മനുഷ്യരും ഉണ്ടായിരുന്നു. അവരെയൊക്കെ നമുക്ക് സ്നേഹപൂർവ്വം ഇന്നേ ദിവസം ഓർക്കാം. മദർ തെരേസയുടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ നമുക്ക് മദറിനെ പറ്റിയുള്ള ചിന്തകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. സോ മദർ തെരേസയുടെ ജീവചരിത്രം മുഴുവൻ ഞാൻ ഇവിടെ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം, മദർ തെരേസ ജീവിച്ചിരുന്നപ്പോഴും ഇപ്പോഴും ലോകം മുഴുവൻ മദർ തെരേസയെ ആദരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വ്യക്തി പ്രാഭവം കൊണ്ടോ അവരുടെ പ്രത്യേകമായ കഴിവുകൾ കൊണ്ടോ ഒന്നും അല്ല, പിന്നെയോ അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ടും അവർ ചെയ്ത വലിയ ശുശ്രൂഷകൾ കൊണ്ടുമാണ്. നമുക്കറിയാം, ഏതാണ്ട് 126ഓളം രാജ്യങ്ങളിൽ മദറിന്റെ കോൺവെന്റുകളുണ്ട്. അത് ക്രൈസ്തവ രാജ്യങ്ങളൊന്നും അല്ല, പല രാജ്യങ്ങളും അക്രൈസ്തവ രാജ്യങ്ങൾ, ക്രൈസ്തവ മതത്തെ എതിർക്കുന്ന ഭരണാധികാരികളുള്ള രാജ്യങ്ങൾ, അങ്ങോട്ട് അവിടെയൊക്കെ ചെന്നും ഈ കോൺവെന്റുകൾ തുടങ്ങാൻ മദറിന് ഇടയായിട്ടുണ്ട്. നമുക്കറിയാം, ഒരുപക്ഷെ ലോകത്തിലെ എത്രമാത്രം ബഹുമതികൾ ഒരു വ്യക്തിക്ക് കിട്ടാവുന്നോ ആ ബഹുമതികളൊക്കെ മദർ തെരേസയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? മദർ ചെയ്യുന്ന സേവനത്തിന്റെ പേരിലാണ്. മദർ തെരേസയെ നമ്മുടെ രാജ്യം ബഹുമാനിച്ചു. ആദ്യമായിട്ട് പത്മവിഭൂഷൺ നൽകിക്കൊണ്ട് ബഹുമാനിക്കുകയുണ്ടായി. ഒപ്പം തന്നെ മഗ്സസെ അവാർഡ് എന്ന് പറഞ്ഞ അവാർഡ് കൊടുത്ത് അഭിനന്ദിക്കുകയുണ്ടായി. ലോകം മദർ തെരേസയെ ആദരിച്ച് നോബൽ സമ്മാനം കൊടുത്തുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഭാരത രാജ്യം, നമ്മുടെ നാട് ഭാരത രത്ന അവാർഡ് മദറിന് കൊടുക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അവാർഡാണ് ഭാരത രത്ന അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ മദറിന് കിട്ടിയത് മദറിന്റെ ജീവിതവും മദറിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷകളും കണ്ടുകൊണ്ടാണ്. മദർ തെരേസ പഠിപ്പിക്കുന്ന വലിയ പാഠം, നമ്മള് പാവപ്പെട്ട മനുഷ്യരിൽ, എളിയവരായിട്ടുള്ളവരിൽ, മറ്റുള്ളവരെ അവഗണിക്കപ്പെട്ടവരിൽ, ആരുമില്ലാത്തവരിൽ നമ്മൾ തമ്പുരാനെ കാണുക. തന്റെ ലൊറേറ്റ ഭവനം ഉപേക്ഷിച്ച് തെരുവിലേക്ക് ഇറങ്ങിയ മദർ തെരേസ കണ്ടതാരാണ്? കൽക്കട്ടയുടെ തെരുവീതികളിൽ കിടക്കുന്ന ധാരാളം കുഷ്ഠരോഗികള്, ഉപേക്ഷിക്കപ്പെട്ട മക്കള്, മരണാസന്നരായി കിടക്കുന്നവരെ അവരുടെ പക്കലേക്കാണ് മദർ തെരേസ കടന്നു ചെയ്യുന്നത്. അവരെ സ്വന്തമായി സ്വീകരിച്ചു, അവരെ സ്വന്തമായി ആശ്ലേഷിക്കുന്ന മദർ തെരേസ. അത് വിശുദ്ധരുടെ ജീവിതം നമ്മൾ കാണുന്നതാണ്. മദർ തെരേസ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പണം നമുക്കുണ്ടാകും. പണമില്ലാതെ വന്നവളാണ് മദർ തെരേസ. മദർ തെരേസ പലരുടെ മുമ്പിലും കൈ നീട്ടിയിട്ടുണ്ട്. ചിലരൊക്കെ കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്, മദറിന്റെ കയ്യിലേക്ക് തുപ്പിയിട്ടുണ്ട്. നമ്മളത് വായിക്കും. ആരോരിക്കൽ ചെന്നപ്പോൾ മദറിന്റെ കയ്യിലേക്ക് തുപ്പിയൊക്കെ പറഞ്ഞു. മദർ പറയുണ്ടായി, എനിക്കുള്ളത് കിട്ടി, പക്ഷെ എൻ്റെ പാവപ്പെട്ട പിള്ളേർക്കുള്ളത് തന്നേക്കാന്ന് പറഞ്ഞു. എനിക്കുള്ളത് കിട്ടി, അത് ഞാൻ സ്വീകരിക്കുന്നു, പക്ഷെ എൻ്റെ പിള്ളേർക്കുള്ളത് തരണം. പക്ഷെ പിന്നീട് ആരും ഇങ്ങനെ തുപ്പിയതായിട്ടൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ തുപ്പലുകളേൽക്കും, തള്ളിപ്പറച്ചിലുണ്ടാവും. അപ്പൊ മദർ തെരേസ പറയാം, നമുക്ക് പണം കിട്ടും, ഒരുപക്ഷെ എവിടെ ചോദിച്ചാലും കിട്ടും, പണം കൈകാര്യം ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. പക്ഷെ ചെല്ലുന്നിടത്തെല്ലാം ദൈവത്തിന് സ്നേഹം കൊടുക്കുവാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. പ്രിയമുള്ളവരെ, നമ്മളോടും മദർ തെരേസ പറയുന്ന കാര്യം അതാണ്, ഈ സ്നേഹം കൊടുക്കാൻ കഴിയുക. ദൈവസ്നേഹവും മനുഷ്യ സ്നേഹവും. റൊണാൾഡ് റീഗൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടം, വർഷമൊക്കെ ഞാൻ മറന്നുപോയി, വായിച്ചോർക്കുകയാണ്. റൊണാൾഡ് റീഗൻ മദർ തെരേസയെ ആദരിക്കാൻ തീരുമാനിച്ചു. അമേരിക്കയിലെ ഏറ്റവും വലിയ സ്ഥാനമായ ബഹുമതിയായ അമേരിക്കൻ സിറ്റിസൺ ഒരു പ്രത്യേക ഇതുണ്ട്, അത് കൊടുത്ത് ആദരിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം അതിനൊരു പ്രത്യേക ദിവസം തീരുമാനിച്ചു. മദറിനെ ക്ഷണിച്ചു. മദർ പോകാനൊക്കെ തയ്യാറായി നിൽക്കുമ്പോഴാണ് കംബോഡിയയിലെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. മദറിന്റെ ഒരു കോൺവെന്റ് അവിടെയുണ്ട്. മാത്രമല്ല, ജനങ്ങൾ തമ്മിലുള്ള ഫൈറ്റ്, അങ്ങോട്ടുള്ള യുദ്ധങ്ങൾ നടക്കുകയാണ്. ഒത്തിരി പേര് പട്ടിണിയിൽ, ദാരിദ്ര്യത്തിലായിരുന്നു. മദർ എന്ത് ചെയ്യുന്നറിയാവോ? മദർ അമേരിക്കയിലേക്ക് പോകാതെ കംബോഡിയയിലേക്ക് പോകാൻ തീരുമാനിച്ചു. റൊണാൾഡ് റീഗൻ കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ സമ്മാനവും ആദരവും ഏറ്റുവാങ്ങാൻ പോയില്ല. റൊണാൾഡ് റീഗൻ ഒരു ഫോൺ സന്ദേശം നൽകി, എനിക്ക് പോരാൻ പറ്റുകയില്ല, ഞാൻ കംബോഡിയയിലേക്ക് പോവുകയാണ്, കാരണം അവിടെ മനുഷ്യർ കഷ്ടപ്പെടുകയാണ്, വേദനിക്കുകയാണ്. മാത്രമല്ല, അങ്ങ് കംബോഡിയയിലെ ജനങ്ങളെ സഹായിക്കാനായിട്ട് അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങളും വസ്ത്രങ്ങളും ഒക്കെ അമേരിക്കയിൽ നിന്ന് അങ്ങോട്ട് അയക്കണം എന്ന് പറഞ്ഞു. റൊണാൾഡ് റീഗൻ അത് സ്വീകരിച്ചു. പ്രത്യേക വിമാനങ്ങൾ ചാർട്ട് ചെയ്ത് കംബോഡിയയിലേക്ക് ഭക്ഷണപദാർത്ഥങ്ങളും മരുന്നുകളും ഒക്കെ ആയിട്ട് അയച്ച കാര്യം പറയുകയാണ്. എന്നിട്ട് മദറിന് മറ്റൊരു ദിവസം അതുപോലെ അറേഞ്ച് ചെയ്തു.
റൊണാൾഡ് റീഗൻ. അദ്ദേഹത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ മറ്റൊരു ദിവസം അറേഞ്ച് ചെയ്ത് മദറിനെ സ്വീകരിച്ച് ആ സ്ഥാനം കൊടുത്ത കാര്യം വായിച്ച് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ മദറിനെ ലോകം ഇങ്ങനെ ആദരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ ജീവിതം കണ്ടുകൊണ്ട് അവർ ചെയ്ത സേവനം കണ്ട്. പ്രിയമുള്ളവരെ, ഈ മദർ തെരേസയെ ഓർത്ത് നമുക്ക് തമ്പുരാന് നന്ദി പറയാം. മദറിന്റെ നാമത്തിൽ നമുക്കൊരു കൊച്ചു ദേവാലയം ഇവിടെയുണ്ട്. ഇവിടെ വരാനും ബലി പങ്കെടുക്കാനും പ്രാർത്ഥിക്കാനും ദൈവം നമുക്ക് അവസരം തരുന്നതിനോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം.